കായംകുളം നഗരസഭ 32-ാം വാർഡിലെ വെമ്പാലിൽ റോഡിന്റെ ശോച്യാവസ്ഥയും പ്രദേശത്തെ വെള്ളക്കെട്ടും ശാശ്വതമായി പരിഹരിക്കണമെന്ന് നാട്ടുകാർ. പ്രദേശത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധവും ശക്തമാവുകയാണ്. കായംകുളം നഗരസഭ 32-ാം വാർഡിലെ വെമ്പാലിൽ റോഡിന്റെ ശോച്യാവസ്ഥയും പ്രദേശത്തെ വെള്ളക്കെട്ടും അടിയന്തരമായി പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അധികൃതരുടെ അവഗണനയിൽ പ്രദേശത്ത് പ്രതിഷേധവും കടുക്കുന്നുണ്ട്. ഏറെക്കാലമായി വെള്ളക്കെട്ട് മൂലം ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. മഴയായാൽ ഇവിടുത്തെ ചില കുടുംബങ്ങൾക്ക് ദുരിത ജീവിതം ആരംഭിക്കും. ചില കുടുംബങ്ങളുടെ വീടുകൾ വെള്ളത്തിലമരും. കൊച്ചുകുട്ടികളും വൃദ്ധജനങ്ങളും രോഗബാധിതരുമൊക്കെയുള്ള പ്രദേശമാണിത്. വെള്ളക്കെട്ടിന്റെ കഷ്ടത ഇവരുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുകയാണ്. മുൻപ് കൃഷിഭൂമിയായിരുന്ന ഈ ഭാഗത്ത് ജലഗമന നിർഗമനം ഓടകളിലൂടെയായിരുന്നു. തോട്ടിലേക്ക് വെള്ളമെത്തുന്നതും നിറഞ്ഞ വെള്ളം ഒഴുകിപ്പോകുന്നതുമെല്ലാം ഓടകൾ വഴിയായിരുന്നു. എന്നാൽ ഈ ഓടകൾ അടഞ്ഞതോടെ വെള്ളക്കെട്ട് രൂക്ഷമാകാൻ തുടങ്ങി. പുതിയ ഓട നിർമ്മിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും വാഗ്ദാനം മാത്രമായി തുടരുന്നു. വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കി ദുരിതം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇതിനൊരു തക്കതായിട്ടുള്ളൊരു തീരുമാനം കൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങളായിട്ട് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട, നിങ്ങൾ ചെയ്യേണ്ട, ആള് വരും, ഇന്ന് പണി തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ഇന്നത്തെ രാത്രിയാണ് മഴയുടെ വെള്ളം കൂടെ മുറ്റത്തായി. പെരയ്ക്കകത്ത് ഇഞ്ഞും കയറും. ഞങ്ങളിഞ്ഞ് പെരയ്ക്കകത്ത് ഇഞ്ഞ് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും അണ്ണൻ്റെ വീട്ടിലുണ്ട് ഒരു കുഞ്ഞും. ഞങ്ങൾ എവിടോട്ട് പോകും? ആ 6 മാസം കൊണ്ടാണ് തുറന്നിട്ടേക്കുന്നത്. ഇതുവരെ അത് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം മേളിൽ കൂടെ കവിഞ്ഞൊഴുകൊണ്ട് പാറ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ പണിക്കാരെ വിളിച്ചു കഴിഞ്ഞപ്പം ഷാജി എന്ന് പറഞ്ഞ ആളിനെ വിളിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു താൻ്റെ പണിക്കാരെ വിടുന്നുണ്ട്, അത് മുറിച്ച് വിട്ടുതരാം, നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം വരത്തില്ല. രാവിലെ വരെ വിളിക്കുക. അവസാനം ഞാൻ ചെയർമാനെ വരെ വിളിച്ച് ഇവരെല്ലാം വിളിച്ച് എല്ലാവരും വരാമെന്ന് പറയാമല്ലാതെ ആരും ഇതുവരെ കണ്ടില്ല. 2 വീട്ടുകാർക്ക് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയും അതുപോലെ തന്നെ ഇവിടെ ഒരു അംഗൻവാടിയുണ്ട്. അംഗൻവാടിയിൽ കുട്ടികളും ഇനി പഠിക്കാൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികളും വാർഡ് കൗൺസിലറും ബന്ധപ്പെട്ട അധികാരികളും എത്രയും പെട്ടെന്ന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണം. ഓടകൾ തെളിയിച്ചും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിരുന്നു. ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ഇതിന് വലിയ അമർഷമാണുള്ളത്. വാർഡ് കൗൺസിലർ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു നേരത്തെ. ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ മഴ കൂടുതലായി പെയ്തു തുടങ്ങിയിട്ട്. ഇപ്പോഴേ ഈ അവസ്ഥയാണെങ്കിൽ വാർഡിലുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പം മഴ തുടങ്ങിയതേ, കാലവർഷം തുടങ്ങിയതേ ഉള്ളൂ. കാരണം ഇപ്പോൾ ആയപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ വീടുകളിൽ വെള്ളം കയറാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് രൂക്ഷമായി കഴിഞ്ഞാൽ വീണ്ടും ഇതിനേക്കാൾ അപ്പുറമുള്ള അവസ്ഥയിലേക്ക് മനുഷ്യർ അത് കാരണം ജനങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ട്. ജനങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു ഭാഗം നമ്മുടെ ഈ പുത്തമ്പണ ഈ ഭാഗം കുറച്ച് വീടുകളാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിലെങ്കിൽ ഇനി വരുന്ന ഓരോരുത്തർ ഇത് ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട് പറയുകയാണ്. വർഷങ്ങൾ പറഞ്ഞ് ഇത് കഴിഞ്ഞു. പ്രദേശത്തെ ദുരിതം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും രംഗത്തുണ്ട്. ജനകീയ പ്രതിഷേധ സമരത്തിന് വാർഡ് കമ്മിറ്റി സെക്രട്ടറി അനിൽ പനക്കാടും ബിജു ഭാസ്കറും നേതൃത്വം നൽകുന്നു. CDNet ന്യൂസ്, കായംകുളം.